അതിൻ്റെ പരിപാടി ഓൾറെഡി ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പരിചയമുള്ള ഒരുപാട് ജ്യൂസ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഒരു ചെറിയൊരു ടൈമൊക്കെ വേണ്ടു നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ ഒരുപാട് ആളുകൾ വരികയും ഇതിൻ്റെ ആവശ്യക്കാരായിട്ട് വരുന്നവർക്ക് നമുക്ക് ഓൾറെഡി ജ്യൂസ്, ഈ പറയുന്ന കാർഷിക ഐറ്റംസുകളും ഒക്കെ പരിചയപ്പെടുത്തുകയും കൊടുക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കണ്ടെത്തിയ ഐഡിയ. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ ഓൾറെഡി ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇങ്ങനെ എഴുതി പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിച്ച് നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഓരോന്ന് ചെയ്യാവുന്നതാണ്, ഞങ്ങൾ ചെയ്യുന്ന പോലെ. ഓക്കെ. ഇന്നിപ്പോൾ നമ്മൾ വിൽക്കാൻ വിറ്റുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം നല്ല നാടൻ ഒറിജിനൽ മലയോര കാർഷിക സ്ഥാപനത്തിൻ്റെ മെയിൻ സാധനമാണ് കുടംപുളി. ഇതെൻ്റെ വീട്ടിലൊക്കെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ വീട്ടിലുള്ളതില്ല, ഓൾറെഡി വിറ്റ് തീർന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ന് വന്ന കർഷകൻ ചങ്ങായി നമുക്ക് കൊണ്ടു തന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ വീട്ടിലെ പുകയെടുപ്പിൽ വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള നാടൻ രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഈ പുളി നിങ്ങൾക്ക് രണ്ടാമതൊക്കെ ഉപയോഗിക്കാം. മാറ്റി വെച്ചാൽ ഒരു പ്രാവശ്യം കറിയിലിട്ട് മാറ്റി വെച്ചാൽ ഫ്രീസറിൽ വെച്ചിട്ട് രണ്ടാമത് വരെ കറിയിലിടാൻ പറ്റുന്ന സാധനമാണ്. അത്രയും ക്വാളിറ്റിയും പുളി ഇതിന് ജാസ്തിയാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് മിക്സിയിൽ അടിച്ചും ഉപയോഗിക്കാം. ഇത് അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പച്ചമഞ്ഞളാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ലൂസാക്കി ഇങ്ങനെ കുറച്ച് ചെറിയൊരു അളവിൽ വരെ ബണ്ടിലായിട്ട് വെച്ചേക്കാണ്. അത് മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. കടം കുറേ മുമ്പോട്ടാണുള്ളത്. ഇത് നമ്മളിവിടെ വെച്ച് തൂക്കി ഇവിടെ ഉള്ളിലേക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുന്നവർ കാണുകയും ഇവിടെ നിന്ന് മേടിക്കുമെന്നുള്ള ഐഡിയയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് അരച്ചിട്ട് പെൺകുട്ടികൾക്കെല്ലാം മുഖത്തൊക്കെ തേച്ച് അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മേലിലൊക്കെ ആഡ് ചെയ്താൽ നല്ലതാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പം കടയുടെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് കച്ചവടം ഒരു നോർമലായിരുന്നു. കാരണം വെച്ചാൽ റോഡ് പണി അതിശക്തമായിട്ട് ഇതിൻ്റെ മുമ്പിൽ തന്നെ നടക്കുന്നുണ്ട്. ആളുകൾ ഓൾറെഡി ഈ റോഡ് പണി കണ്ടിട്ട് പിന്മാറുവാണ്. ആളുകൾ ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് പോവുകയാണ്. ഇതാ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഓൾറെഡി കാന്താരി ആൻഡ് കുടംപുളി ആൻഡ് മഞ്ഞൾ കണ്ടോ. ഇതൊരു 150 ഗ്രാം അളവിലും ഇത് 110 ഗ്രാം അളവിലും ഇത് 100 ഗ്രാം അളവിലാണ് നമ്മൾ ഓൾറെഡി വിറ്റുകൊണ്ടിരിക്കുന്നത്. ചെറിയ പൈസക്കാണ് ഓൾറെഡി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാന്താരി ലൂസ് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഓൾറെഡി 5 കിലോ ഉണ്ട്. പിന്നെ നമ്മൾ ടൈപ്പ് ആയിട്ടുള്ള 2-3 കടകളെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫണ്ട് എന്തായാലും ഇതിന് വേണ്ടി കണ്ടെത്തിയേ പറ്റും. അതുകൊണ്ട് നമ്മൾ 2-3 കടകളിലും കൂടി ഓൾറെഡി നമ്മളുമായിട്ട് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ കടയിലും കൂടി ഓൾറെഡി ഡെയിലി വെക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു 10 പാക്കറ്റും ഒരു സ്ഥലത്ത് ഒരു 10 പാക്കറ്റും അങ്ങനെ 20 പാക്കറ്റ് ഓൾറെഡി പുറത്തുനിന്ന് തന്നെ സെയിൽ നടക്കും. പിന്നെ ഞങ്ങളുടെ കച്ചവടം പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഫ്രണ്ടിലെ ഡിജിറ്റൽ ബോർഡിൽ ഇതെല്ലാം ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട്. ഓൾറെഡി അതിങ്ങനെ ഫ്രണ്ട് മൊത്തം കാണിച്ചിട്ട് ഓക്കെ. ഇത് വെച്ചിട്ടാണ് ടൈമുള്ളത്. ഇപ്പോൾ റോഡ് പണിയിൽ നിന്ന് അവർ ഓൾറെഡി നിർത്തിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുകൾ തുടങ്ങുന്നു തോന്നുന്നു. ആൾക്കാർ റോഡിൽ നടന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ബോർഡിലൊക്കെ മൊബൈലിൽ ഓൾറെഡി എഴുതി ടൈപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഡിജിറ്റൽ ബോർഡിൽ ഓടുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ അത് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഇതിപ്പോൾ ഓൾറെഡി 12ാമത്തെ വീഡിയോ ആണ്. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്ത് എന്താ. പിന്നെ നമ്മൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നമുക്ക് ഓൾറെഡി ലൈക്ക് ഫോളോ ഒക്കെ ആവശ്യമുണ്ട്. എന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവിയൊക്കെ തരാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വരുത്താൻ എനിക്ക് ഫാസ്റ്റ് ആവുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ചാവി തരും. പക്ഷേ എല്ലാവർക്കും തരും. പബ്ലിക്കിലുള്ള എല്ലാവർക്കും ചാവി തരും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പ്രാബല്യത്തിൽ വരുത്തേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയായ ഞാനാണ് ഈ ആശയമായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ബിസിനസ് അടിസ്ഥാനത്തിലല്ല, മറ്റ് ചാനലുകളിലൊക്കെ ഉള്ളതുപോലെ ഒരു ബിസിനസ് അടിസ്ഥാനത്തിലല്ല. നമ്മൾ ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ഈ താക്കോൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓൾ കേരളയിലുള്ള എല്ലാ ഷോപ്പുകളുടെയും ഉള്ളിലായിരിക്കും ഈ താക്കോൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സംവിധാനം ഓൾറെഡി ഉണ്ടാകും. ഓക്കെ, ശരി. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഓൾറെഡി കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ആൻഡ് കർണാടക ഇത് രണ്ടും ഓൾറെഡി കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.